റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിൽ ആർക്കും വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിവിടെ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നില്ല. മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഒന്നുമില്ല കേരളത്തിൽ. ഈ ഓയോ റൂംസ് മാത്രമേ ഉണ്ടാവും ഉപകാരമുള്ളത്, ബാക്കിയൊന്നും ഉപകാരമുള്ളതല്ല. എനിക്കിഷ്ടമല്ല പൊളിറ്റിക്സ്, ഇഷ്ടമല്ല. ഭരിക്കണമെല്ലാം നാട് കുടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അവർക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല. ഇപ്പോഴും ചോദിച്ചു നോക്കിയപ്പോൾ പൊളിറ്റിക്കൽ നോളജ് വളരെ കുറവാണ്. ചെയ്തിട്ടും വലിയ കാര്യമില്ല, നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ. നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാ? അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ഈ വർഷത്തെ വോട്ട് ചെയ്തിരുന്നോ? ചെയ്തില്ല. അതെന്ന് വെച്ചാൽ ഞാൻ 3 വർഷം വോട്ട് ചെയ്തു. ഇത് 4ാമത്തെ പ്രാവശ്യമായിരുന്നു. എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയില്ല. എന്തുകൊണ്ടാ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിൽ ആർക്കും വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിവിടെ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നില്ല. അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കൂടി അതിലൊരു 20 ലക്ഷം മുടക്കിയിട്ട് 2 ലക്ഷം മാത്രം പണി കഴിപ്പിച്ച് ബാക്കി 13 ലക്ഷം അവരുടെ പോക്കറ്റിലിടുന്നത്. അതല്ലേ ഉണ്ടാവുന്നേ. വേറെ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഒന്നുമില്ല കേരളത്തിൽ. ആകെ ഉപകാരമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ഓയോ റൂംസ് മാത്രമേ ഉണ്ടാവും ഉപകാരമുള്ളത്, ബാക്കിയൊന്നും ഉപകാരമുള്ളതല്ല. ഈ പ്രാവശ്യത്തെ വോട്ട് ചെയ്തായിരുന്നോ? ഇല്ലില്ല. എന്തുകൊണ്ടാ ചെയ്യാത്തെ? എനിക്കിഷ്ടമല്ല പൊളിറ്റിക്സ്, ഇഷ്ടമല്ല. പൊളിറ്റിക്സ് ഇഷ്ടമല്ല. എന്തുകൊണ്ടാ അത്? അതെന്ന് പറഞ്ഞാൽ ഭരിക്കണമെല്ലാം നാട് കുടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. നല്ലവരാരും ഭരിച്ചിട്ട് നമ്മുടെ സർക്കാർ മാറണം, വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ വന്നാൽ. ഏത് പാർട്ടി വന്നാലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. നാട്ടു നടപ്പല്ലേ, നമുക്കങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ വർഷത്തെ വോട്ട് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു. പൊതുവേ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ വോട്ടിൻ്റെ പോളിംഗ് പൊതുവേ കുറവായിരുന്നു. കാരണം യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള റീസൺ എന്തായിരിക്കും? യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്യാത്തത് പൊളിറ്റിക്കൽ അപ്പതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല. ഇപ്പോഴും ചോദിച്ചു നോക്കിയപ്പോൾ പൊളിറ്റിക്കൽ നോളജ് വളരെ കുറവാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും എല്ലാവരുടെ ഇടയിലും കുറവാണ്. നമ്മൾ ഈ സ്കൂളിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ രാഷ്ട്രീയം വേണ്ടാന്ന് പഠിപ്പിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയം വളരെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയം ആവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ഡെമോക്രസി ഏറ്റവും കുറച്ച് ബെസ്റ്റ് ഫോം അല്ല എന്നൊക്കെ പറയും. പക്ഷേ അതില്ലെങ്കിൽ വരുന്നൊരു ഗവൺമെൻറ് വളരെ വേസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിയൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന കാര്യമുള്ളൂ. എത്രത്തോളം നമ്മൾ ഏത് ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയാണെങ്കിലും ഒരു ഗവൺമെൻറ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അതിലും വേസ്റ്റായിട്ടുള്ള സിറ്റുവേഷൻസാണ് വരിക. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അപ്പതി ഉണ്ടായിട്ട് നമ്മൾ വേറെ കുറേ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും പൊളിറ്റിക്കൽ നോളജ് ഇല്ലെങ്കിൽ വളരെ സീറോ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ട് ചെയ്തിരുന്നു ഈ വർഷത്തെ? എന്തുകൊണ്ടാണ് ചെയ്യാത്തെ? ഞാൻ നാട്ടിൽ പോയില്ല ശരിക്കും വോട്ട് ചെയ്യാൻ. പിന്നെ ചെയ്യാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാ? ചെയ്തിട്ടും വലിയ കാര്യമില്ല, നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ. നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാ? ഭരണം മാറിയാലോ, വേറെ പാർട്ടിക്കാർ വന്നാലും അവർ ഭരിച്ചാൽ അവർക്ക് വോട്ട് എത്ര ഉള്ളൂ. ആര് ഭരിച്ചാലും അവർ ചെയ്യണ്ടേ. വോട്ട് ചെയ്തിരുന്നു ഈ വർഷത്തെ? ചെയ്തിരുന്നു. ഈ പൊതുവേ വോട്ടിങ്ങിൻ്റെ പോളിംഗ് കുറവാണ്. കാര്യം യങ്സ്റ്റേഴ്സ് ഒന്നും വോട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള റീസൺ എന്തായിരിക്കും? വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഭരണം അത്രയ്ക്ക് മോശമാണോ? മോശമായി തുടങ്ങിയിട്ടുണ്ടെന്ന്, മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മോശമാണ്. പാർട്ടി മാറിയാൽ ഭരണം നന്നാവോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ആര് മാറിയാലും നല്ലത് ചെയ്യുക, അത്രേ ഉള്ളൂ.